Good morning all. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റും സിറ്റുവേഷനും നോക്കാം. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മിക്സഡ് ട്രെൻഡാണ് ഏഷ്യൻ മാർക്കറ്റിൽ കാണുന്നത്. ഇന്നലെ നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വളരെ വീക്കായിരുന്നു. അതിനുശേഷം ഏഷ്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ ഇന്നലെ റിക്കവറി നടത്തിയിരുന്നു. ഇതിൽ ജാപ്പനീസ് മാർക്കറ്റുകളാണ് ഏറ്റവും കൂടുതൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ജാപ്പനീസ് മാർക്കറ്റ് ബെറ്ററാണ്. ജപ്പാനിലത്തെ മേജർ ഇൻഡെക്സായ ടോപ്പിക്സ്, അതായത് ടോക്കിയോ സ്റ്റോക്ക് പ്രൈസ് ഇൻഡെക്സിനെയാണ് ടോപ്പിക്സ് എന്ന് പറയുക. ഇത് ജപ്പാനിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇത് 3 ഡിക്കേഡ് ഹൈ ആണ്. 30 കൊല്ലത്തെ ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിക്കും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 2023 ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ജപ്പാനാണ് ഇതുവരെ. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസാണ്. കാരണം വാറൻ ബഫറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ജപ്പാനിൽ കൂടുതൽ സ്റ്റോക്ക് പ്രൈസ് ഉയരാനായിട്ട് കാരണമായിട്ടുള്ളത്. വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത് ജാപ്പനീസ് കമ്പനികളാണ് ഇനി ഫ്യൂച്ചറിലേക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ജാപ്പനീസ് സ്റ്റോക്കുകൾ ഓവർസീസ് ബയേഴ്സ്, ഓവർസീസ് ഫണ്ടുകളൊക്കെ വാങ്ങി തുടങ്ങിയത്. അപ്പോൾ ജപ്പാൻ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ് ഇന്നും. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾക്ക്. പക്ഷേ ചൈനയുടെ ഏപ്രിൽ മാസത്തെ IIP ഡാറ്റ വന്നത് ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് സ്വല്പം ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ മറ്റു എക്കണോമിക്സ് ന്യൂസുകളൊക്കെ വന്നിട്ടുള്ള ചൈനയുടെ എക്കണോമിക് ഗ്രോത്തിനെ സംബന്ധിച്ച് ഒരു സംശയം നൽകുന്ന തരത്തിലുള്ള ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ്. ഇന്നലെ ചൈനീസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് വീക്കായിട്ട് ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. പക്ഷേ ഈ ഡാറ്റ വന്നതിന് ശേഷം ഇന്ന് സ്ലൈറ്റ്ലി വീക്കാണ്. മറ്റു ഏഷ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി ഇന്ന് പോസിറ്റീവാണ് ചൈനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ജപ്പാൻ, അതുപോലെ തന്നെ കൊറിയ, ഈ മാർക്കറ്റുകളൊക്കെ ബെറ്റർ തന്നെയാണ്. ഓവറോൾ നമ്മൾ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, അതുപോലെ തന്നെ S&P 500, നാസ്ഡാക്ക് ഒക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അവിടെ ഇപ്പോൾ ബീറ്റൻ ഡൗൺ ആയിട്ട് ബാങ്കിങ് സ്റ്റോക്കുകളിൽ റിക്കവറി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ SEC സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ബാങ്കുകളിലുള്ള ഷോർട്ട് സെയിൽ ബാൻ ചെയ്യാനുള്ളൊരു തീരുമാനം എടുക്കുന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പെട്ട ഷോർട്ട് കവറിങ് ബാങ്കുകളിൽ വരാം. ഒപ്പം ടെക്നോളജി ഷെയർസും കൂടിയാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ റാലി ചെയ്തിട്ടുള്ളത്. മെറ്റ ഇന്നലെയും റാലി ചെയ്തിരിക്കുകയാണ്. മെറ്റ പ്ലാറ്റ്ഫോമിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് അനലിസ്റ്റുകളെല്ലാം തന്നെ. അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുവേ അമേരിക്കൻ മാർക്കറ്റിൽ ഡെറ്റ് സീലിംഗ് സംബന്ധിച്ച് വലിയ ഒരു നെർവസ്നെസ് ഒന്നും ഇല്ല. എല്ലാവർക്കും അറിയാതെ അവസാന നിമിഷം അവർ രണ്ട് ഗ്രൂപ്പും ഒത്തുചേർന്നുകൊണ്ട് അമേരിക്കയുടെ ഡെറ്റ് സീലിംഗ് ഹൈക്ക് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും അമേരിക്കൻ മാർക്കറ്റിൽ ഇപ്പോൾ ഇല്ല. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നെല്ലാം മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ട്. പല മാർക്കറ്റിലും ബെറ്റർ ആയിരുന്നു, പക്ഷേ ചില മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ നമ്മളും ക്ലോസ് ചെയ്തത് ഓപ്പൺ ചെയ്തൊരു ഫ്ലാറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഇന്നലെ ഏഷ്യൻ മാർക്കറ്റിനൊപ്പം നമ്മളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നമ്മളവിടെ കണ്ടിന്യൂസ് ആയിട്ട് ബയേഴ്സ് തന്നെയാണ്. ഇനി ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള $222 പെർ ഔൺസിനാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നു $221 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. ഇന്നലെ മിനിഞ്ഞാത്തേക്കാൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $75.23 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നു സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. $75.65 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽസ് പൊതുവെ ഒരു ഫ്ലാറ്റ് ആണ് ട്രെൻഡ്. ഈ ചൈനീസ് ന്യൂസ് എന്ന് വന്നതിന് ശേഷം സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ട് മെറ്റൽ സ്റ്റോക്കുകളിൽ ചൈനയിൽ. അതുപോലെ തന്നെ കമോഡിറ്റി ഫ്യൂച്ചേഴ്സിലും സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ഇന്ന് മോർണിംഗിലുണ്ട്. പക്ഷെ മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ മിക്കവാറും ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെന്റിമെന്റ് മാറാനാണ് ചാൻസസ് കൂടുതൽ. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു ഏപ്രിൽ. ഇന്നലെ അത് നെഗറ്റീവ് ആണ്, -0.92% ആണ്. മാർച്ചിൽ 1.34% പോസിറ്റീവ് ആയിരുന്നു, അപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ പൊതുവേ ഇനി RBI ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ഡാറ്റകളൊക്കെ വന്നതിന് ശേഷം. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എല്ലാ ബാങ്കുകളും ഒരുപക്ഷെ അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം പല രാജ്യങ്ങളിലും എക്കണോമിക് ഗ്രോത്തിനെ ബാധിച്ചിട്ടുണ്ട്, പല സെക്ടേഴ്സിനെ ബാധിച്ച കാരണം ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് അധികകാലം നിലനിൽക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ്. ഇന്ത്യയിലും ഒരുപക്ഷെ നമ്മളും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇമ്മീഡിയറ്റ് ഇല്ലെങ്കിൽ തന്നെ ഈ വർഷാവസാനത്തോടെ ഉണ്ടാകാൻ
വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇന്നലെ വന്നിട്ടുള്ള Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ തന്നെയാണ് ഇന്നലെ Q4 റിസൾട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. കല്യാൺ ജ്വല്ലറിയുടെ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഒരു ബിലോ എക്സ്പെക്റ്റഡ് ആണ് റിസൾട്ട്. അതിന് കുറേ അതർ റീസൺസ് ഒക്കെ ഉണ്ട്, ബ്രാഞ്ച് എക്സ്പാൻഷൻ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തേക്കാളും സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ് കല്യാണിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് ഉള്ളത് ഗവൺമെൻറ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ക്രൂഡ് ഓയിലുമുള്ള വിൻഫാൾ ടാക്സ് 0 ആക്കിയിട്ടുണ്ട്. 4100 രൂപ പെർ ടൺ ആയിരുന്നു, അത് 0 ആക്കിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ONGC, ഓയിൽ ഇന്ത്യ, അതുപോലെ തന്നെ വേദാന്ത, ഒരു പരിധി വരെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഈ 4 സ്റ്റോക്കുകൾക്കും പോസിറ്റീവാണ്. അപ്പോൾ ഒരു പക്ഷേ ONGCയും ഓയിൽ ഇന്ത്യയും അതുപോലെ തന്നെ വേദാന്തയും റിലയൻസും ഒക്കെ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇതിലേറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്ന ONGCക്കും ഓയിൽ ഇന്ത്യക്കാണ്. വേദാന്ത ഫോക്സ്കോൺ സെമി കണ്ടക്ടർ പ്ലാന്റിന് ഗവൺമെൻറ് അനുമതി കൊടുക്കാൻ പോവുകയാണ്, അതും സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഇനി ഓവറോൾ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഇന്ന് ധാരാളം മേജർ റിസൾട്ടുകളുണ്ട്. ഭാരതി എയർടെൽ ഉണ്ട്, LIC ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്, മാക്സ് ഹെൽത്ത് കെയർ ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ഉണ്ട്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേറ്റഡ് ഹോട്ടൽസ് ഉണ്ട്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ ഉണ്ട്, മോറിപ്പൻ ലാബ് ഉണ്ട്, സിർക്ക പെയിൻസ് ഉണ്ട്, ത്രിവേണി ടർബൈൻ ഉണ്ട്, TV ടുഡേ നെറ്റ്വർക്ക് ഉണ്ട്, വിമാർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലും Q4 ആനുവൽ റിസൾട്ടും അനൗൺസ്മെൻറ്റുകളുണ്ട്. ഈ അനൗൺസ്മെൻറ്റുകൾക്ക് അനുസരിച്ചായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നിട്ടുള്ളൊരു സ്റ്റോക്ക് ടാറ്റ പവറാണ്. അവർ മുന്ദ്ര പവർ പ്ലാന്റിലത്തെ എല്ലാ പ്രോബ്ലംസും തീർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി കാഴ്ചവെക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഒപ്പം റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ രീതിയിലുള്ള കുതിച്ചാട്ടാണ് ടാറ്റ പവർ കാണിക്കാൻ പോകുന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ടാറ്റ പവറിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്ന 208 റേഞ്ചിലാണ്, അത് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ അടുത്ത 2-3 മാസത്തിനുള്ളൊരു പക്ഷേ അതിൻ്റെ പ്രീവിയസ് സ്റ്റോപ്പിനടുത്ത് ഒരു 240-242 ലെവലിലേക്ക് ഉയരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പൊസിഷണൽ ട്രേഡേഴ്സിന് വേണമെങ്കിൽ ടാറ്റ പവർ കൺസിഡർ ചെയ്യാം, ഒരു പൊസിഷണൽ ട്രേഡ് ലോങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നമ്മൾ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചു കഴിഞ്ഞു. നമ്മൾ ഇപ്പോഴത്തെ F&O ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. F&Oത്തെ ഡാറ്റ വെച്ച് ഒരു പക്ഷേ നിഫ്റ്റി 11,600 റേഞ്ചിലേക്കൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും വളരെ മുമ്പ് തന്നെ നിഫ്റ്റിയും സെൻസസും പുതിയ ഓൾ ടൈം ഹൈ രേഖപ്പെടുത്താനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഓവറോൾ നമ്മളൊരു പോസിറ്റീവ് ബിയാസ് ആണ്, പക്ഷേ വൊളാറ്റിലിറ്റി ഉണ്ടാവാം, അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ആവാം ഹയർ ലെവലിൽ. നിങ്ങളെല്ലാവരും പ്രോഫിറ്റ് ബുക്കിംഗ് ഹയർ ലെവലിൽ വേണമെന്നുള്ള കാര്യം പ്രോഫിറ്റബിലിറ്റി ഉള്ള ക്ലയൻസുകൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ട്രേഡിൻ്റെ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.